ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ ബറാത്ത് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ. നല്ല പനിയും മേലുവേദന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനൊന്നും കഴിയൂലല്ലോ അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിലാണ് പൊടി വാട്ടാൻ വെള്ളം വെച്ചിട്ടുള്ളത് കേട്ടോ, പത്തിരിക്ക്. ആ ടൈം കൊണ്ട് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പ പണിക്ക് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കടി. പിന്നെ അതാ പത്തിരിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് ഇതേമാതിരി കുക്കറിൽ പൊടി വാട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല പെർഫെക്റ്റിലുള്ള നല്ല പത്തിരി ഉണ്ടാക്കി എടുക്കട്ടോ, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള ഇതിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നത്. ഇതേപോലെ മിക്സാക്കിയതിൻ്റെ ശേഷം ഒരു 15 മിനിറ്റ് കുക്കർ മൂടി വെക്കണം കേട്ടോ. അപ്പോൾ അതിന് പൊടിയൊക്കെ നല്ലോണം ഒന്നും കൂടി വെന്ത് സോഫ്റ്റായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കുഴച്ചെടുക്കാനും നല്ല എളുപ്പമായിക്കാരം. ഒരുപാട് നേരിട്ട് ബലം പിടിച്ചിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല ഒരു സിമ്പിൾ മെത്തേഡാണ് കേട്ടത്. നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബലം പ്രയോഗിക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും കഴിയും കേട്ടോ. അപ്പോൾ തന്നെ പൊടിയൊക്കെ നല്ലോണം വാട്ടിയെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ തന്നെയാണ് കേട്ടോ പത്തിരിൻ്റെ പണിയൊക്കെ ഞാൻ ചെയ്ത് വെക്കണത്. പക്ഷേ പത്തിരി ചുട്ടെടുക്കണത് വൈകുന്നേരമാണെന്നുള്ളൂ കേട്ടോ. പത്തിരി പരത്തി തരലൊക്കെ പിന്നെ എൻ്റെ മോനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാനിങ്ങനെ വാട്ടി കുഴച്ച് അവനക്ക് കൊടുത്ത് അവന് നല്ലോണം പ്രസ്സുമ്മലൊക്കെ വെച്ചിട്ട് പരത്തി തന്ന്. എല്ലാവരും ഓരോരോ പണി എടുത്തതുകൊണ്ട് പിന്നെ സിമ്പിളായിട്ട്. പിന്നെ ഞാൻ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ വറുത്തരച്ച് കറി വെക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വറുത്തെടുക്കുന്നത് കേട്ടോ നല്ലത്. നല്ലൊരു ടേസ്റ്റുമാണ് കിട്ടൽ. നല്ല പാകത്തിനുള്ള വറവ് നല്ലൊരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വറുത്തെടുക്കുമ്പോൾ കേട്ടോ. ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. പിന്നെ അതിൽ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-8 അല്ലി ചുവന്നുള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്തിൽ സമൂസക്കുള്ള കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തുകൊണ്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് പിന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെ ഇക്കാരട്ടോ. പിന്നെ ഞാൻ അന്നത്തെ ദിവസം വീഡിയോ എടുത്തത് മാത്രം കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. പിന്നെ ഞാൻ നോമ്പിനായിട്ട് എല്ലാവരും കുറേ ഒക്കെ ചെയ്തൊക്കെയുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുക അങ്ങനെയൊക്കെ. ഞാനത് ചെയ്തൊക്കെയില്ല കേട്ടോ. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് വെക്കാത്തത്. എനിക്ക് എല്ലാതും ഫ്രഷായിട്ട് ചെയ്യുന്നത് തന്നെ കേട്ടോ ഇഷ്ടം. പിന്നെ ഇതാ ഒന്ന് മൂത്ത് വന്നപ്പോൾ തേങ്ങ നല്ലോണം ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. മൂത്ത് വരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിക്കോളും. നമുക്ക് നല്ല ചുമയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇത് നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ടെന്ന്. പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിം കൂട്ടി കൊടുക്കാനേ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടിയൊക്കെ വറുത്തെടുക്കാൻ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറന്ന് കിട്ടും കേട്ടോ. നല്ല ചൂടേക്കാരം ചട്ടിക്ക്. അപ്പോൾ അതായത് ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ചട്ടിയിൽ തന്നെ വെക്കരുത്, കരിഞ്ഞ് പോവും. വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ചൂട് ആറാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ഇതാ നമ്മൾ പൊടിയൊക്കെ ഒന്നെടുത്ത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ നല്ലോണം പൊടി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് വലിയ മെനക്കെടൊന്നുമില്ല ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നല്ലോണം ചൂട് പോയിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്കൊരു തൊടാൻ പറ്റിയിട്ടുള്ള ചൂടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ഇതിന്മേൽ അധികം ബലം പിടിച്ച് മസിൽ പിടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കാൻ കഴിയും. അതാണ് ഇങ്ങനെ കുക്കറിൽ പൊടി വാട്ടിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലുള്ള ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചൂട് കൈ കൊണ്ട് തൊടാനൊന്നും പറ്റുന്നില്ല എന്നുള്ള ബിഗിനേഴ്സായ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സോ ഒരു കപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പൊടി കുഴക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കാണ്ട് ഞാൻ
മോൻ പറഞ്ഞ് ഞാൻ ചെയ്തുതരാം അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർ പണി ഓരോരുത്തരെ ഏറ്റെടുക്കാണ്ടെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കൂട്ടോ, ആ മക്കളായാലും അവർ ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. എനിക്ക് വയ്യാന്നുള്ളത് അവർക്ക് മനസ്സിലായാൽ പിന്നെ അവരെന്നെ ചെയ്തോളും എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞിട്ടൊക്കെ. അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ മോളും ഉണ്ടല്ലോ, അവളുള്ളതൊക്കെ ഭയങ്കര ഒരു സഹായമായി എന്ന് തന്നെ പറയാം. അത്ര വയ്യാത്തൊരവസ്ഥയിൽ എൻ്റെ കുട്ടീൻ്റെയാണ് മുക്കാൽ ഭാഗം വീട്ടിലത്തെ പണികളും ഇപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ അത് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു പിടി ഉള്ളി ഇട്ടാ, ഒരു ഉള്ളിയിട്ടുണ്ടാവും സവാള, അത്ര ഇട്ടിട്ടുള്ളൂ. നമ്മൾ കോഴി വറുത്തരച്ച് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉള്ളീൻ്റെ ആവശ്യമില്ല. പിന്നെ അതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇവിടെ ഇന്നലെ ചതച്ചതാണ് ഇട്ടത്. ഇതവിടെ ഇരുന്നിന്ന് കേട്ടോ, ഫ്രിഡ്ജിൽ കട്ടായി പോയിട്ടുണ്ട്, ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതെടുത്തുകൊണ്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളത് അവിടെ വെച്ചിട്ട് ഇതാക്കൊക്കെ എത്തേണ്ട ആവശ്യമില്ലല്ലോ. അതിങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇളക്കി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാവുമ്പോൾ അത് അലിഞ്ഞ് മിക്സ് ആയിക്കോളൂ കേട്ടോ. പിന്നെ ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളകും കൂടി എടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ വീട്ടിലത്തെ കരിവേപ്പിൻ്റെ ഇല തന്നെ നല്ലൊരു പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പാത്രം ഇങ്ങനെ എന്താണെന്ന് അറിയില്ല കേട്ടോ, എൻ്റെ ഗ്യാസ് എങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏത് പാത്രം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇളകി കളിക്കണം, അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. അതിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അവർ ഉണ്ടാക്കി കൊടുത്തുള്ള മിസ്റ്റേക്ക് കേട്ടോ. ഏത് പാത്രം നമ്മൾ എങ്ങനെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിലും ശരിയാവില്ല. അപ്പോൾ ഇതാ നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഞാൻ ഇട്ടെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, തേങ്ങ വറക്കണ നേരത്ത് കറാമ്പട്ട കറാമ്പൂ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ തന്നെ പൊടിച്ച പൊടി എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത്. നിങ്ങൾക്കത് ഫ്രഷ് ആയിട്ട് തന്നെ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വറുത്തതിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ നല്ലോണം പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിന്ന് ആ അരപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നീട്ടി കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മളിപ്പോൾ തന്നെ ചുടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാനല്ലേ പോകണുള്ളൂ. നമ്മൾ തിളച്ച സാധനത്തേക്ക് പിന്നെയും പച്ചവെള്ളം ഒഴിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് തന്നെയാണ് ഇതിങ്ങനെ കലക്കി വെക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചെടുക്കുന്നത്. നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയിക്കാറ്. ഞാൻ വയറ്റണ നേരത്തെ അധികം ഉപ്പിട്ട് കൊടുക്കാറില്ല, വയറ്റി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് പാകമാണെന്നൊക്കെ നോക്കി ഇതാക്കിക്കട്ടോ. പിന്നെ സത്യം പറയല്ല, എനിക്ക് നോമ്പില്ല കേട്ടോ, സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ നോമ്പെടുത്തിട്ടില്ല, തീരെ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ മക്കൾക്കും ഒക്കെ നോമ്പുണ്ട്. അപ്പോൾ എങ്ങനെ ആയാലും നമ്മൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇന്നലെ തന്നെ എനിക്ക് എന്താ പറയുക വീഡിയോ ഇടാനുള്ളതിനുള്ളുണ്ട്. പക്ഷേ നമുക്ക് അത്രക്കും പറയാനും കഴിയാത്തയും ഒക്കെ ഒരവസ്ഥയെന്ന് കേട്ടോ. ഈ കഫക്കെട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ചുമ വരിക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് തിളച്ച് വന്നപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വെന്ത് വരുന്നതിൻ്റെ കറിൻ്റെ കളർ തന്നെ വ്യത്യാസമാവും കേട്ടോ. പിന്നെ അതൊക്കെ ചെയ്യുന്നത് മോളാണ് കേട്ടോ. സമൂസക്ക് വാട്ടിയെടുക്കുന്നതും സമൂസൻ്റെ പണികൾ ചെയ്യണതും ഒക്കെ അവൾ തന്നെയാണ്. പിന്നെ അതിന് വലിയൊരു ആശ്വാസം കേട്ടോ. അതിൻ്റെ എന്താ പറയുക, പാത്രം കഴുകാനും അകടിക്കാനും തുടക്കാനും എല്ലാത്തിനും ഒരാൾ തന്നെ വേണമല്ലോ. എനിക്ക് തീരെ അത്രക്കും പറ്റാത്തൊരു അവസ്ഥയെ കൂടി തന്നെയായിരുന്നു ഇപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കണതും പോയത് കേട്ടോ. ഇന്ന് കുറച്ചൊരു ആശ്വാസം ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അത് ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റിന് മാത്രമായിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് അതിൻ്റെ ഒരു രുചി ഇങ്ങോട്ട് കുത്തി നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് കൂടി വഴറ്റിയിട്ട് യോജിപ്പിച്ച് കൊടുക്കണ്ടേ. ഉള്ളി ഒരുപാട് അങ്ങോട്ട് വേവിച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
നമ്മൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ കടിക്കാനും കൂടി കിട്ടണ ഒരു പാകത്തിൽ ആയാൽ മതി. പിന്നെ അത് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നും കാണിച്ചിട്ടില്ല, നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ഉണ്ടാവും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ മുളക് പൊടി ഇട്ടെടുത്തിട്ടില്ല. ചിക്കൻ മസാലയും കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അര ടീസ്പൂണോളം ഗരം മസാല ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും വീഡിയോ എടുക്കാൻ വിചാരിച്ചല്ല. ഞാൻ പിന്നെ മോളോട് പറഞ്ഞ് നെയ്യ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വീഡിയോ എടുത്തോണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവളോട് ഞാൻ പറയുന്നുണ്ട് എല്ലാതും ഫസ്റ്റ് തന്നെ ഉപ്പിട്ട് കൊടുക്കരുത്, വയറ്റിൻ്റെ ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി എന്നിട്ട്. അപ്പോൾ അവളും അതുപോലൊക്കെ തന്നെയാണ് ചെയ്യാറ്. നമ്മൾ ഉമ്മമാർ ചെയ്യുന്നത് കണ്ടിട്ട് തന്നെയാണല്ലോ മക്കൾ പഠിക്കൽ. ഇത്തിരി ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ചിക്കന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന് അതും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചിക്കൻ ചെറുതാക്കി പിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇത് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ചോപ്പറിൽ വെച്ചിട്ട് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നല്ല ഇതിൽ തന്നെ നമുക്ക് ചിക്കൻ പൊടി പൊടിയായിട്ട് കിട്ടും. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ ഒരുപാട് എരിവ് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. നോമ്പ് വറക്കണ നേരമല്ലേ, അപ്പോൾ ഒന്നുമില്ലാത്ത വയറ്റേക്ക് ഒരുപാട് എരിവൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര പ്രശ്നമായിക്കാരം. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ നോമ്പ് പറക്കണ ടൈമിന് ഉണ്ടാക്കുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ എരിവൊക്കെ ഒന്ന് കുറച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ നോമ്പിന് അങ്ങനെ കേട്ടോ ഒരുപാട് എരിവുള്ള പലഹാരങ്ങളും സാധനങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. എരിവ് കുറച്ചിട്ടാണ് എല്ലാം കറി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പലഹാരങ്ങളായിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കൽ. പിന്നെ അതാ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതും ചൂടാറാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു പത്തിരി ഈ പൊരിച്ചക്കടിയൊക്കെ ഉണ്ടാക്കണത് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയതിൻ്റെ ശേഷമാണ് കേട്ടോ. എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. നല്ല ചുമ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത്. എപ്പോഴാണ് ചുമ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്ഷമിക്കുക കേട്ടോ. പിന്നെ അതാ ഞാൻ പത്തിരി ചുടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ അപ്പോൾ രാവിലെ പരത്തി വെച്ചിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. ഒരു കേടും വന്നിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പ്രസ്സിൽ അമർത്തിയിട്ടുള്ള പത്തിരിയാണ്. പിന്നെ കൈ കൊണ്ട് പരത്തിയെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതന്നെ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് പത്തിരി. പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ ഉണ്ടാക്കിയിരുന്നത്. പത്തിരിയും ചിക്കൻ കറിയും. ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ നോമ്പ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ മറന്നു പോയിന്ന് വീഡിയോ എടുക്കാൻ. അപ്പോൾ മക്കളൊക്കെ പിന്നെ ചിലർ കുട്ടികളൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ വിശേഷം എത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് നിറാനും ചായ കുടിക്കാനിരുന്ന വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുതേ.